വിഷം കഴിച്ച നിലയിൽ കാണപ്പെട്ട വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തിൽ കൂടുതൽ അന്വേഷണവുമായി പോലീസ്. NM വിജയനെയും മകൻ ജിജേഷും ഇന്നലെ വൈകിട്ടോടെ മരിച്ചിരുന്നു. ജിജേഷിനെയും പിതാവ് NM വിജയനെയും ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് വിഷം അകത്തു ചെന്ന നിലയിൽ വീട്ടിൽ കാണപ്പെട്ടത്. അതേസമയം NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയ്ക്ക് പിന്നിൽ ബത്തേരി അർബൻ സഹകരണ ബാങ്കിലെ നിയമന അഴിമതിയുമായി ബന്ധമുണ്ടെന്ന വിവാദവും ശക്തമായി തുടരുകയാണ്. അനൂപ് KR ചേരുകയാണ്. അനൂപ്, ഇത്തരത്തിൽ വിവാദം ശക്തമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ പോലീസ് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോവുകയല്ലേ? കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് NM വിജയന്റെയും മകന്റെയും മരണം കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. ഇരുവരെയും കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വൈകിട്ടോടുകൂടി വിഷം അകത്തു ചെന്ന നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത്. വീട്ടുകാർ വിവരമറിച്ചതിനെ തുടർന്ന് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് ബത്തേരി ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് അദ്ദേഹത്തെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് ഇരുവരുടെയും മരണം സംഭവിച്ചത്. മകന് നേരത്തെ ഒരു ആക്സിഡന്റിൽ പരിക്കേറ്റ് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് വിഷം അകത്തു ചെന്ന നിലയിൽ അദ്ദേഹത്തെയും കാണപ്പെട്ടത്. ഇതേ തുടർന്ന് അദ്ദേഹത്തിന്റെയും ആരോഗ്യനില വലിയ അപകടകരമായ സ്ഥിതിയിൽ തുടരുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി ഇരുവരുടെയും ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളാവുകയും ചെയ്തു. തുടർന്നാണ് മരണങ്ങൾ സംഭവിച്ചത്. അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോഴിക്കോട് നിന്ന് ഇന്ന് ഉച്ചയോടുകൂടി വയനാട്ടിലേക്ക് മൃതശരീരങ്ങൾ എത്തിക്കും എന്നാണ് അറിയുന്നത്. ഏതായാലും വയനാട് DCC ഓഫീസിൽ ഉൾപ്പെടെ പൊതുദർശനത്തിന് ഉള്ള സൗകര്യങ്ങൾ DCC നേതൃത്വം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും ഉണ്ട്. വൈകിട്ട് 5 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് ബന്ധുക്കളുടെ തീരുമാനം. അദ്ദേഹം ഏറെക്കാലം സുൽത്താൻ ബത്തേരി ഗ്രാമപഞ്ചായത്തിലിരുന്നപ്പോൾ അതിന്റെ പ്രസിഡന്റായിരുന്നു. സഹകരണ സ്ഥാപനങ്ങളെല്ലാം നേതൃനിരയിൽ ഉണ്ടായിരുന്നു. വയനാട്ടിലെ പ്രധാന കോൺഗ്രസ് നേതാവാണ്. ഈ ആത്മഹത്യാ ശ്രമം ഉണ്ടായി അതിന് പിന്നിൽ ചില പശ്ചാത്തലം കൂടി ഉയർന്നു വരുന്നതാണ് നിലവിലുള്ളൊരു സാഹചര്യം. അദ്ദേഹം ഇടനിലക്കാരനായി ബത്തേരി സഹകരണ ബാങ്ക് നിയമന അഴിമതി ഇദ്ദേഹം ഇടനിലക്കാരനായിരുന്നു എന്നുള്ളൊരു ആരോപണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് ചില പരാതികളും ആക്ഷേപങ്ങളും സംസ്ഥാന നേതൃത്വത്തിന് ഇദ്ദേഹം നൽകുകയും ചെയ്തു. ഇദ്ദേഹത്തെ ഇടനിലക്കാരനാക്കി ജില്ലയിലെ നേതൃത്വം പണം വാങ്ങിയെന്നും എന്നാൽ പിന്നീട് നിയമനങ്ങൾ നൽകാത്ത സാഹചര്യത്തിൽ അവരിൽ നിന്നുള്ള സമ്മർദ്ദം തനിക്കുണ്ട്, പണം തിരിച്ചു നൽകാനുണ്ട് എന്നുള്ളത് സംബന്ധിച്ച പരാതികൾ സംസ്ഥാന നേതൃത്വത്തിന് NM വിജയന്റേതായിട്ട് ഉണ്ട്. ആ പരാതികൾ സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലുണ്ട്. എന്നാൽ ആ പരാതിയിൽ നടപടികൾ ഉണ്ടായില്ല. ഇതേ തുടർന്ന് വലിയ സാമ്പത്തിക ബാധ്യതയിലായിരുന്നു NM വിജയൻ എന്നുമുള്ള ഒരു പശ്ചാത്തലം നിലനിൽക്കുമ്പോഴാണ് ആത്മഹത്യാ ശ്രമം ഉണ്ടായത്. ഏതായാലും അത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായി പോലീസ് അന്വേഷണം മറ്റും കാര്യങ്ങൾ വ്യക്തമാവേണ്ടതാണ്. ആ വിധത്തിൽ പോലീസ് ആത്മഹത്യ എന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഏതായാലും മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ബത്തേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തും. ബത്തേരി സഹകരണ ബാങ്കിൽ 2.5 കോടി രൂപയുടെ നിയമന അഴിമതി നടന്നതായി 2016 മുതൽ വലിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും നിലനിന്നിരുന്നു. അതേ തുടർന്ന് വലിയ വിവാദങ്ങളും സമരങ്ങളും എല്ലാം ബത്തേരിയിൽ നടന്നതാണ്. ഏതായാലും അത് സംബന്ധിച്ചുള്ള പശ്ചാത്തലത്തിൽ ഈ ആത്മഹത്യക്ക് പിന്നിൽ അത്തരം കാരണങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അതായത് അത്തരം കാര്യങ്ങൾ കൂടുതൽ വരും ദിവസങ്ങളിൽ ചർച്ചയാവാനും സാധ്യത. ശരി, അനൂപ് KR ആണ് വിശദാംശങ്ങൾ നൽകിയത്.